ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് മത്തി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നല്ല കുറുകിയിട്ടുള്ള ചാറുള്ള മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ സവോളയോ അല്ലെങ്കിൽ തക്കാളിയോ ഇങ്ങനെയുള്ളതൊന്നും തന്നെ നമ്മൾ ചേർക്കണില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് തയ്യാറാക്കുന്നത്. മാത്രമല്ല നമ്മൾ തേങ്ങയൊന്നും ഇതിലേക്ക് അരയ്ക്കുന്ന ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ മീൻ ആവശ്യമായിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ മീൻ എടുക്കുക. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് പഴകിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊരു കത്രിക വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു മൺചട്ടിയിലേക്ക് മീനിട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അതേപോലെ മീൻ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിനാഗിരിയോ അതല്ലെങ്കിൽ പുളിയോ വെള്ളമോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം. തൈരോ അങ്ങനത്തെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള ആ ഒരു ഉളുമ്പ് മണമൊക്കെ നന്നായിട്ട് മാറുകയും ചെയ്യും. അഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കറി വയ്ക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മീൻ കൂടുതൽ ദിവസം ഇരിക്കുകയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കാനും ഒക്കെ അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളിത് നന്നായിട്ട് ചെയ്യണം. എല്ലാവരും ചെയ്യുന്നതാണ്. എന്നിരുന്നാലും കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇതൊന്നും ചിലപ്പോൾ അറിയണമെന്നില്ല കേട്ടോ. ഈ ഒരു ടിപ്പുകളൊന്നും അറിയണമെന്നില്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് വെള്ളം മാറ്റി കഴുകിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലൊരു തിളക്കത്തോടു കൂടിയൊക്കെ തന്നെ നമ്മുടെ മീനെ കിട്ടുന്നതാണ്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പറഞ്ഞാൽ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിലൊക്കെ ഉള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ഇടികല്ലിൽ വെച്ചിട്ടാണ് ഞാനിത് ചതച്ചെടുക്കുന്നത്. നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരുപാട് അരഞ്ഞു പോകാനായിട്ട് പാടില്ല. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്രയും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഏകദേശം ഒരു 10-15ഓളം അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ആ ഒരു അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം മീൻകറി വെക്കേണ്ടത് അതിനനുസരിച്ചാണ് നമ്മളിതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ എടുക്കേണ്ടത്. അതും നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പൊട്ടിയാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് ചതഞ്ഞ് ഒരു പേസ്റ്റ് രൂപത്തിൽ ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കതും അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പീസുകളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സവാള എടുക്കണില്ല, ചെറിയ ഉള്ളിയിലാണ് ഇത് ചെയ്യണത്. കേടാവാതിരിക്കാനും അതുപോലെ തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനും അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കത് കുറച്ചധികം തന്നെ ഏകദേശം ഒരു പിടിയോളം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റും അതുപോലെ തന്നെ ചാറ് കുറുകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ്. ഇത് നമ്മൾ അരച്ചെടുക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചായച്ചെടുക്കുക മാത്രമാണ് ചെയ്യണത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ചായച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും തന്നെ ഇത് ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മീൻ കഴുകിയിരിക്കുന്നത് അതേ ചട്ടിയിൽ തന്നെയാണ് കറി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചട്ടി നന്നായിട്ട് സോപ്പോ ലിക്വിഡോ എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഉളുമ്പ് മണവും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്കിത് ചട്ടി ചൂടാകുമ്പോൾ പുക വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കറിക്ക് ടേസ്റ്റ് മാറും. എന്നിട്ട് 1 ടീസ്പൂൺ ഉലുവ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് ഉലുവ ഞാൻ അതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇനി കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ കടുക് പൊട്ടിക്കുന്നുണ്ടാവില്ല. മീൻ കറി വെക്കുന്നത് ചിലരൊക്കെ കടുക് പൊട്ടിച്ചിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. എന്നാൽ ചിലർ കടുക് ഉപയോഗിക്കാറുണ്ടാവില്ല. ഞാനും ആദ്യമൊന്നും കടുകൊന്നും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ പല രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചി നമുക്ക് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇഞ്ചിയുടെ ആ ഒരു പച്ച കുത്തലുണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി അത്യാവശ്യം വഴന്ന് കഴിയുമ്പോഴാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കേണ്ടത്. അല്ലെങ്കിൽ വെളുത്തുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത്
കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് സമയം വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ ചുവന്ന മുളകാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കുതിരാനായിട്ട് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ പലരും ചെയ്യുന്നുണ്ടായിരിക്കാം, എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ആദ്യം ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത് വെള്ളം ചേർക്കാതെ ഇത്രയും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ആ ഒരു ഉലുവ ഉണ്ടല്ലോ നമ്മുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ കുറുകാനായിട്ട് ഒക്കെ ചാറ് കുറുകി വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി പോവണ്ട, ഒരു 1/4 ടീസ്പൂണോളം അളവിലൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറേ മഞ്ഞൾപ്പൊടിയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്കും ഒരു മഞ്ഞ കളറായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് എണ്ണ തെളിയുന്നത് വരെ, അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് പച്ച ഇതാണല്ലോ മുളകാണല്ലോ ചേർത്ത് വെച്ചിരിക്കുന്നത്, ചൂടാക്കുകയൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഡയറക്റ്റായിട്ട് അരച്ചിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പച്ച കുത്തൽ മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഒന്ന് വഴന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് നന്നായിട്ട് കുറുകി നല്ലപോലെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാകുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുടംപുളിയാണ് കേട്ടോ. അപ്പോൾ കുടംപുളിയിൽ നമ്മൾ മീൻകറി തയ്യാറാക്കുമ്പോൾ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ കുറേ ദിവസം കേടാവാതിരിക്കാനും അതൊക്കെ നല്ലതാണ്. അപ്പോൾ കുടംപുളി ഉള്ളവർ കുടംപുളി തന്നെ എടുക്കുക, അല്ലാത്തവർ നമ്മുടെ വാളംപുളി ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരുപാട് ചാറുള്ള രീതിയിലല്ല കാണിക്കുന്നത്, ഒരു തിക്കായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തിളയൊക്കെ വന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഗ്രേവിയും അത് ഒന്ന് കുറുകി വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. നമുക്കതിലേക്കുള്ള ഒരു പുളിയൊക്കെ ഇറങ്ങുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള അത്രയൊക്കെ നമ്മൾ കൊടുക്കാം. എന്നിരുന്നാലും നമ്മുടെ ആ ഗ്രേവിയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ മീൻ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുറേ ദിവസം കേടാവാതിരിക്കില്ല, മീൻ ഇങ്ങനെ പൊങ്ങി നിൽക്കും, അപ്പോൾ അത് കേടായി പോവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു 6 മിനിറ്റ് നേരത്തേക്ക് മാത്രം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് നേരം തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ മീൻ ഹാർഡായി പോവും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് ചേർക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കണം. അപ്പോൾ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. നല്ല എരിവും അതുപോലെ തന്നെ പുളിയും എല്ലാം നമ്മുടെ മീനിലേക്ക് കറിയിലേക്കൊക്കെ നന്നായിട്ട് വന്നിട്ട് മാത്രമല്ല നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും മീൻ കറിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. എന്നാൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല, പുറത്ത് തന്നെ കുറച്ച് ദിവസം ഇരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.